അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് US സുപ്രീം കോടതിയുടെ ഇടപെടൽ. ട്രംപിന്റെ ഉത്തരവ് നേരിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് കോടതി തടഞ്ഞിരിക്കുകയാണ്. നിർണായകമായ ഇടപെടലാണ് കോടതി നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് പൗരത്വ അവകാശം ഉറപ്പു നൽകുന്ന 14ാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുത വെല്ലുവിളിക്കുന്നതാണ് ട്രംപിന്റെ ഉത്തരവെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി പറയുകയുണ്ടായി. US അനധികൃതമായോ അല്ലെങ്കിൽ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് ജനിക്കുന്ന കുട്ടികൾ അമേരിക്കൻ പൗരന്മാരല്ലെന്ന് പ്രഖ്യാപിച്ചുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ ട്രംപിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഏൽക്കേണ്ടി വന്നത്. ട്രംപിന്റെ ഉത്തരവ് US ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ ലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കി. 1868 നിലവിൽ വന്ന ഈയൊരു നിയമം അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്നതോ സ്വാഭാവിക പൗരത്വം ലഭിച്ചതോ ആയ വ്യക്തികൾ US പൗരന്മാരാണ്. 150 വർഷം പഴക്കമുള്ള ഈ ഭരണഘടനാ തത്വം മാറ്റാൻ 9 അംഗ ബെഞ്ചിലെ ഭൂരിഭാഗം ജഡ്ജിമാരും തയ്യാറായിരുന്നില്ല. 2025 ജനുവരിയിൽ രണ്ടാമത് അധികാരമേറ്റ ട്രംപ് ആദ്യ ദിവസം തന്നെ ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്നായിരുന്നു ഇത്. വലിയ വിവാദമായി മാറിയതായിരുന്നു. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനാണ് ഈ ഒരു നീക്കമെന്ന് ട്രംപ് വാദിച്ചിരുന്നു. എങ്കിലും വിവിധ സംസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ട്രംപിന്റെ ഈ ഒരു നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്നു മുതൽ പൗരത്വം എന്നത് അവകാശങ്ങൾ നേടാനുള്ള അവകാശമായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൽ സ്വതന്ത്രമായി പങ്കാളികളാകാനുള്ള അവകാശം. 14ാം ഭേദഗതിയുടെ രൂപകർത്താക്കൾ ഈ വാഗ്ദാനം ഈ നാട്ടിൽ ജനിച്ച ഓരോ വ്യക്തിക്കും വിപുലീകരിച്ചു. US ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് വിധി പ്രസ്താവത്തിൽ എഴുതുകയായിരുന്നു. എന്തായാലും അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വ അവകാശം നിഷേധിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി ബെഞ്ചിലെ 9 ജഡ്ജിമാരിൽ 6 പേർ ട്രംപിന്റെ ഈ ഒരു നയത്തെ എതിർത്തു. 3 പേർ അനുകൂലിച്ചു. എന്തായാലും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയം ഇതോടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. US താൽക്കാലിക വിസയിൽ താമസിക്കുന്നവരോ കൃത്യമായ രേഖകളില്ലാതെ താമസിക്കുന്നവരോ ആയ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നൽകേണ്ടതില്ല എന്നായിരുന്നു ട്രംപ് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ടു പോയത്. മാതാപിതാക്കളിൽ ഒരാൾ അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയായിരിക്കണമെന്ന് ട്രംപിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. US ജനിച്ചതുകൊണ്ട് മാത്രം വിദേശികളുടെ മക്കൾക്ക് പൗരത്വം അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതി ഇപ്പോൾ അത് തള്ളിയിരിക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും പൗരത്വം നൽകാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നാണ് ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആദ്യമായി ട്രംപ് ഇങ്ങനെയൊരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടിയിൽ ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.